നമസ്കാരം സർ. ഈ അടുത്തായിട്ട് നമ്മുടെ കൃഷിഭവനെ കുറിച്ച് വ്യാപകമായ ചില പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവിടെ ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാർക്കായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്നവർക്കായാലും ചില കാര്യങ്ങൾ കൃഷിഭവൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റം കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടാവുന്നത്? ഒപ്പം മാത്രമല്ല, ഈ കൃഷിഭവനിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് അവകാശങ്ങളോ ഒന്നും കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിലെ കൃഷിഭവനുകൾ ഇപ്പോൾ കർഷകരെ വേട്ടയാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം കർഷക വേട്ടയാണ് നടക്കുന്നത്. ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി ലഭിക്കണമെങ്കിൽ കൃഷിഭവനിൽ പോയി പല വിധത്തിലുള്ള രജിസ്ട്രേഷനുകൾ ചെയ്യണം. അത് കതിർ രജിസ്ട്രേഷൻ ഉണ്ട്, അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. ഇതൊക്കെ ശരിയാണ്, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ചെയ്യേണ്ട സമയത്ത് ഇതൊന്നും ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോവുകയും വർഷങ്ങൾക്ക് ശേഷം ഉടൻ നിങ്ങൾ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി കിട്ടില്ല എന്നൊരു ഭയപ്പെടുത്തൽ വന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എല്ലാ കർഷകരും പോയി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതാ വരുന്നു, അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന മറ്റൊരു പോർട്ടലിൽ കൂടെ രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി കിട്ടില്ല. എന്ത് സംഭവം ഉണ്ടെങ്കിലും കിസാൻ സമ്മാൻ നിധി കിട്ടില്ല എന്ന് പറഞ്ഞ് കർഷകരെ ഭയപ്പെടുത്തുകയാണ്. സത്യത്തിൽ കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതിലൊരു പൈസ പോലും കേരള ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പിന്നെന്തിനാണ് കേരള ഗവൺമെന്റിന്റെ കൃഷിഭവൻ കർഷകരെ ഭയപ്പെടുത്തുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സാങ്കേതികമായി വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചുമുള്ള എല്ലാ ഡാറ്റയും കേന്ദ്ര കൃഷി പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നു. അതായത് കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ്. പക്ഷെ അന്ന് കേരള ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നയങ്ങൾക്ക് ഞങ്ങൾ ഘടകവിരുദ്ധമായതുകൊണ്ട് ഞങ്ങൾ ഇതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിന്റെ കൃഷി പോർട്ടലിൽ കേരളത്തിലെ കർഷകരുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കേരള ഗവൺമെന്റ് വിസമ്മതം പ്രകടിപ്പിക്കുകയും വിരുദ്ധമായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര ഗവൺമെന്റ് നിലപാട് കടുപ്പിച്ചു. അതായത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ നടപടിക്രമം പൂർത്തിയാക്കി, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രം അതിൽ നിന്ന് വിട്ടുനിന്നാൽ ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരും. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള അന്ത്യശാസനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരള ഗവൺമെന്റ് കതിർ ആപ്പ് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും അതിൽ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോഴും കേരള ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി പങ്കുവെക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു, അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലിൽ നിങ്ങൾ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതാണ് ഇപ്പൊ രണ്ടാമത് കർഷകരെ ഓടിച്ചിട്ട് പിടിച്ച് അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം കേരള ഗവൺമെന്റിന്റെ കേരള കർഷകൻ എന്ന് പറയുന്ന മാസിക കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് എന്തെല്ലാം തരത്തിലുള്ള പിരിവുകൾ കർഷകന്റെ മേൽ അടിച്ചേൽപ്പിക്കാമോ, സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സമയം ഏതാണ്ട് ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഭീകരവാദിയെ പോലെ കേരള ഗവൺമെന്റ് പെരുമാറുകയാണ്. എന്നാൽ ഇതിന്റെ മറുവശം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഒരു കൃഷിഭവൻ? അവിടെ ആരൊക്കെയാ ഉള്ളത്? അവരെന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇപ്പോഴും പൊതുജനത്തിന് അറിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനിത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൃഷിഭവനിൽ ഒരു കൃഷി ഓഫീസർ ഉണ്ട്. അഗ്രികൾച്ചർ ഡിഗ്രി പാസ്സായിട്ടുള്ള ഗസറ്റഡ് ഓഫീസർ റാങ്കിലാണ്. അതിന് താഴെ ആ കൃഷി ഓഫീസിന്റെ കീഴിൽ വരുന്ന കൃഷിസ്ഥലങ്ങളുടെയും കർഷകരുടെയും എണ്ണത്തിനനുസരിച്ച് ഒരു കൃഷി അസിസ്റ്റന്റ്, 2 കൃഷി അസിസ്റ്റന്റ്, 3 കൃഷി അസിസ്റ്റന്റുമാർ വരെ ഉണ്ടാവാം. ഇത് കഴിഞ്ഞാൽ കാർഷിക പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഓരോ പ്രോജക്റ്റിന്റെയും നടത്തിപ്പിന്റെ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാർ ഉണ്ടാവാം. അവരും ഏതാണ്ട് 2-3 പേര് വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല കൃഷിഭവനിൽ ഒരു കൃഷി ഓഫീസറും 3 കൃഷി അസിസ്റ്റന്റുമാരും 3ഓളം പ്രോജക്റ്റ് താൽക്കാലിക ജീവനക്കാരും ഉണ്ടാവും. അതായത് ഒരു 7 പേര് വരെ, 5-7 പേര് വരെ ഉണ്ടാവും. പക്ഷെ ഇത്രയും പേര് അവിടെ പണിയെടുത്തിട്ടും കർഷകന് യാതൊരു പ്രയോജനവുമില്ല. എന്താണ് കൃഷി ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കാർഷിക പദ്ധതികൾ ഓരോ കർഷകനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി.
രണ്ടാമത്തെ ഡ്യൂട്ടി കാർഷിക വിളകളെ സംബന്ധിച്ചും അതിന്റെ നടീലിനെയും പരിപാലനത്തെയും വിളവെടുപ്പിനെയും സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ കർഷകരെ പഠിപ്പിക്കുകയും അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. പിന്നെ ഗവൺമെന്റുകളിൽ നിന്ന് കിട്ടുന്ന വളം, വിത്ത്, കീടനാശിനി, യന്ത്രോപകരണങ്ങൾ, മറ്റ് സർവീസുകൾ ഇതൊക്കെ കർഷകരിലേക്ക് എത്തിക്കുക. ഇതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി. പക്ഷെ ഈ 3 ഡ്യൂട്ടിയും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് കർഷകനോട് ചോദിച്ചു നോക്കൂ. അപ്പൊ കർഷകനായിരിക്കും അതിന്റെ സത്യം പറയുക, ഇതൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഓഫീസില് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസർ കോൺഫറൻസിന് പോയിരിക്കുകയാണ്. കോൺഫറൻസിന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കാരണം ഇത് ഒരു പിടിയും കിട്ടുകയില്ല. കർഷകൻ ഇങ്ങ് മടങ്ങിപ്പോരും, അത്രയേ ഉള്ളൂ. ഞാൻ കേരളത്തിന് പുറത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കൃഷിഭവനുകൾ ഞാൻ സന്ദർശിക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ കൃഷിഭവനുകളിൽ ഇതുപോലെ 5-8 പേര് നിരന്നിരുന്ന് കസേരയിലിരുന്ന് കറങ്ങുന്ന ഫാനിന്റെ കീഴെ ഇരുന്ന് കാശ് മേടിക്കുന്നവരല്ല. അവര് കൃഷിയിടങ്ങളിലാണ്. അപ്പോൾ കൃഷിയിടങ്ങളിൽ പോയി കർഷകരോടൊപ്പം നിന്നുകൊണ്ടാണ് അവര് കാർഷിക മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തില് ഇവർക്ക് കൃഷിയിടങ്ങളിലേക്ക് പോകാൻ മടിയാണ്. കാലിൽ മണ്ണ് പറ്റിക്കാനും കയ്യിൽ മണ്ണ് പറ്റിക്കാനും മടിയാണ്. മഴ നനയാനും മണ്ണിൽ ചവിട്ടാനും മടിയാണ്. അതുകൊണ്ട് ഇവരൊക്കെ വലിയ ഓഫീസർമാരായിട്ട്, ഗസറ്റഡ് ഓഫീസർമാരായിട്ട് ഓഫീസിൽ ഇരുന്നു കൊണ്ട് നാട്ടുകാരെയും കർഷകരെയും ഭയപ്പെടുത്തുകയാണ്, അവരെ പിടിച്ചു നിർത്തി പിരിവെടുക്കുകയും ചെയ്യുന്ന ഒരു ഗുണ്ടാ സംഘം പോലെ പെരുമാറുന്ന രീതിയാവുന്നത്. അതിന്റെ കാരണം കേരള ഗവൺമെന്റിന്റെ നയങ്ങൾ തന്നെയാണ്. അപ്പോൾ കേരള ഗവൺമെന്റ് ഇവരെ കൊണ്ട് ഒന്നെങ്കിൽ പണിയെടുപ്പിക്കണം, ഈ പദ്ധതികളും പണവും വിത്തും വളവും കീടനാശിനിയും ഉപകരണങ്ങളും കർഷകർക്ക് കൊടുക്കണം. ആവശ്യമായ സ്ഥലത്ത് കൃഷിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് കൊടുക്കണം, വിദഗ്ധ ഉപദേശം കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം. അതിന് തയ്യാറാകാത്ത പക്ഷം ഇത് ഏറ്റവും കൊടിയ കർഷക ദ്രോഹമാണ്, കർഷകരോട് കാണിക്കുന്ന കൊള്ളയാണ്. ഇതിനെതിരെ കാർഷിക മേഖലയിൽ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ദുരവസ്ഥ. ഇത്തരം ഒരു സമീപനം ഉണ്ടാവുന്ന സമയത്ത്, ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? വളരെ ക്രിയാത്മകമായ ഒരു കാര്യം കർഷകർക്ക് ചെയ്യാൻ പറ്റും. അതായത് അഗ്രികൾച്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ നിൽക്കുന്ന കർഷകർ ഒരു 10-15 പേര് ഒന്നിച്ചു കൂടിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് യാതൊരു രജിസ്ട്രേഷനും വേണ്ട, ഒരു പൈസ പോലും മുടക്കില്ല. 10-15 കർഷകർ ഒന്നിച്ചു കൂടുക, അവരുടെ പേരും വിലാസവും ഒരു പേപ്പറിൽ എഴുതുക, എന്നിട്ട് അതിന് ആ ഗ്രൂപ്പിന് ഒരു പേരിടുക. ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു കൂടി ഒരു കർഷക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പേപ്പർ കൃഷി ഓഫീസറെ കൊടുക്കുക. കൃഷി ഓഫീസറെ കൊടുത്താൽ അത് കൃഷി ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പിലെ അഡ്രസ്സികൾക്ക് ഈ പറയുന്ന കാർഷിക മേഖലയിലുള്ള എല്ലാ അറിയിപ്പുകളും അവരെ അങ്ങോട്ട് ചെന്ന് അറിയിക്കാൻ ചുമതലയുണ്ട്, നിയമമുണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തും ഉണ്ട്. പക്ഷെ കർഷകർക്ക് ഇത് അറിയില്ല. അതുകൊണ്ട് കർഷകർ ഒറ്റയ്ക്ക് പോയി ചോദിക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഒക്കെ ഒഴിവാക്കി വിടും. നേരെ മറിച്ച് 10-15 പേരുടെ ഒരു ഗ്രൂപ്പായി അവരൊരു ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ശേഷം ആ ഗ്രൂപ്പിന്റെ പേരിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥന് മനസ്സിലാകും ഇവർക്ക് വിവരമുള്ളവരാണ്, നിയമപരമായിട്ടാണ് വന്നിരിക്കുന്നത്, കൃത്യമായി സർവീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ കർഷകർക്ക് കീഴടങ്ങും. കർഷകർ ഈ ഒരു ബോധത്തോടു കൂടി അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ മറുപടി. അതിന് സർക്കാർ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഒരു പൈസ പോലും മുടക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കൃഷി ഭവനിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും ലഭിക്കും. തീർച്ചയായും കർഷകരോട്, കൃഷിഭവനിൽ എത്തുന്ന കർഷകരോട് വളരെ മോശമായ സമീപനം സ്വീകരിക്കുക, ഒപ്പം അവരുടെ മേൽ ആവശ്യമില്ലാത്ത രീതിയിൽ മാഗസിൻ ഉൾപ്പെടെയുള്ളവ വാങ്ങാൻ അല്ലെങ്കിൽ നിർബന്ധമായും വാങ്ങണം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുക, ഇത്തരം രീതികൾ കൃഷിഭവനിൽ നിന്നുണ്ടാവുന്നു എന്നുള്ള വ്യാപക പരാതികളാണ് ഉയരുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.